ഇരുട്ടും വെളിച്ചവും. തിന്മ എന്ന് പറയുന്നത് ഇരുട്ടാണ്, നന്മ എന്ന് പറയുന്നത് വെളിച്ചവുമാണ്. അപ്പൊ നന്മ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായും വെളിച്ചമുണ്ടാവും. എങ്ങനെ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഇന്നലിൽ ഹസനത്തി റിയാ, നന്മക്കൊരു പ്രകാശമുണ്ട്. നന്മ ചെയ്താൽ ഒരു പ്രത്യേകമായ വെളിച്ചമുണ്ട്. എന്താണ് ആ വെളിച്ചം? എവിടെയാണുള്ളതെന്നറിയോ? ഇന്നലിൽ ഹസനത്തി റിയാഉം ഫിൽ വജ്ഹി, മുഖത്തൊരു പ്രത്യേകമായൊരു തെളിച്ചം കാണാം. നല്ലത് ചെയ്തവൻ്റെ മുഖത്ത് നോക്കിയാൽ ഒരു പ്രത്യേകമായൊരു ഈമാനികമായ പ്രകാശം കാണാം. മാത്രമല്ല വനൂറം ഫിൽ ഖൽബ്, ഖൽബിലൊരു പ്രത്യേകമായ പ്രകാശം ഉണ്ടാവും. എവിടൊക്കെ പ്രകാശം ഉണ്ടാവും? മുഖത്തുണ്ടാവും. അങ്ങനെയാണല്ലോ നന്മ ചെയ്യുന്ന ആളുകളെ, സ്ഥിരമായി തിന്മ ചെയ്യുന്ന ആളുകളുടെ മുഖത്ത് എന്തുണ്ടാവില്ല? ഒരു തെളിച്ചം ഉണ്ടാവില്ല. പിന്നെ വേറൊന്നുണ്ട്, ശാരീരികമായ ചില വർണ്ണങ്ങൾ അല്ലാഹു ചില സൃഷ്ടിപ്പിൽ തന്നെ നൽകിയതുണ്ടാവും. കറുത്തവരുണ്ടാവും, വെളുത്തവരുണ്ടാവും, അത് ഇരുനിറായിട്ടുള്ളവരുണ്ടാവും, നല്ല ഹൈ ബ്രൈറ്റ് ആയിട്ടുള്ള കളറുള്ള ആളുകളുണ്ടാവും. അതല്ല, ഒരു സാമാന്യം ഒരു മനുഷ്യനക്ക് അല്ലാഹു നൽകിയ കളറിൽ നിന്നും അവൻ്റെ മുഖം ഇരുണ്ടു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്താണ്? അത് തിന്മയുമായി അദ്ദേഹം ബന്ധപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ്. ചില ആളുകളൊക്കെ നമുക്ക് മുഖത്ത് കണ്ട് നോക്കിയാൽ തന്നെ എന്ത് ചെയ്യും? മനസ്സിലാവും. ഒരു നമ്മളെ മുമ്പിൽ വലിയ മുത്തക്കീങ്ങൾ വഹിക്കാനോ അല്ലാഹു അഹദ് കാലാലമക്കുല്ലൊക്കെ അർത്ഥമൊക്കെ പറയാം. ഖുർആന്റെ ഏറ്റവും നടുവത്തെ പേജിലെ ആയത്ത് തുടങ്ങണത് അങ്ങനെയാണ്, കാലാലമക്കുല്ലൊക്കെ എന്നുള്ള സൂറത്തുൽ ഗൗഫിൻ്റെ. അങ്ങനത്തെ ആദ്യം വർത്താനൊക്കെ പറയാം. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് പറ്റേ മോശക്കാരം. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അപ്പോൾ ഇന്നലിൽ ഹസനത്ത് റിയാ, നന്മക്കൊരു പ്രകാശമുണ്ട്. എവിടെ? റിയാഅം ഫിൽ വജ്ഹി, മുഖത്തൊരു പ്രകാശമുണ്ട്. വനൂറം ഫിൽ ഖൽബി, അതുപോലെ തന്നെ അവൻ്റെ ഹൃദയത്തിനും ഒരു പ്രകാശം അത് നൽകുന്നു. മാത്രമല്ല വസഅതം ഫിൽ റിസ്ഖി, അവൻ്റെ ഭക്ഷണത്തിൽ വിശാലത നൽകുകയാണ്, ലഭിക്കുകയാണ്. അവൻ്റെ കുടുംബജീവിതം എങ്ങനെയെന്നൊന്നും അറിയില്ല, പണിയൊക്കെ കുറവാണ്, എന്നാലും ഭംഗിയായിട്ട് അൽഹംദുലില്ലാഹ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ ചെയ്യുന്ന നന്മയെ അല്ലാഹു രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല വഖുവ്വതൻ ഫിൽ ബദൻ, ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവും. എന്ത് ചെയ്താൽ മതി? കോംപ്ലൈൻ കുടിച്ചാൽ മതി അല്ലേ? എന്ത് ചെയ്താൽ മതി? നല്ലോണം ഇബാദത്ത് ചെയ്യുക. ഇബാദത്ത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അല്ലാഹു ശരീരത്തിന് നല്ല ആഫിയത്തൊക്കെ തരും. വമഹബ്ബതൻ ഫിൽ ഖുലൂബിൽ ഫീ ഖുലൂബിൽ ഖൽഖ്, അവിടെയാണ് പോയിന്റ്. നോക്കിക്കോളി. വമഹബ്ബതൻ ഫീ ഖുലൂബിൽ ഖൽഖ്, മറ്റെല്ലാ സൃഷ്ടികളുടെ ഹൃദയത്തിലും അദ്ദേഹത്തോട് സ്നേഹം ഉണ്ടാവും. പോരെ? കേച്ചിലായില്ലേ? നമ്മൾ എന്ത് ചെയ്താൽ മതി? നന്മയുടെ വക്താക്കളായാൽ മറ്റുള്ള ആളുകൾക്ക് നമ്മളോടൊരു സ്നേഹവും അനുകമ്പയും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതാണ് സ്നേഹത്തിൻ്റെ പ്രത്യേകത. സ്നേഹിച്ചവർക്ക് വേണ്ടി എന്തും ത്യജിക്കണം എന്നാണല്ലോ. അങ്ങനല്ലേ? മഹാനായ ഉബൈദ് തങ്ങളുടെ മുൻപല്ല് പോലും കൊഴിഞ്ഞത് റസൂലുള്ളാഹിന്റെ വട്ടക്കണ്ണി എടുത്തിട്ടാണ്. നമ്മളാണെങ്കിലോ പല്ലിൻ്റെ മൂല പൊട്ടി അപ്പ് പോകും തിരുവുക്ക്, ടോപ്പിടാനും റൂട്ട് കനാൽ ചെയ്യാനും ഒക്കെ. അപ്പോൾ നന്മ എന്ന് പറയുന്നത് ചെയ്താൽ മുഖത്തും കൽബിലും പ്രകാശമുണ്ടാകുന്നതോടൊപ്പം ഭക്ഷണത്തിലെ വിശാലതയും ശരീരത്തിൻ്റെ ആരോഗ്യവും മറ്റ് സൃഷ്ടികളുടെ കൽബിൽ നമ്മളെക്കുറിച്ച് സ്നേഹമുണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി തെറ്റ് ചെയ്താലോ? തെറ്റ് ചെയ്താൽ വഇന്നലിൽ ഹസലി സയ്യിഅതി സവാദൻ ഫിൽ വജ്ഹി, തിന്മ ചെയ്താൽ അവൻ്റെ മുഖത്തൊരു കരിവാളിപ്പ് വരുന്നതാണ്. വദുലുമതൻ ഫിൽ ഖൽബി, അവൻ്റെ ഹൃദയത്തിൽ ഇരുട്ട് കയറുന്നതാണ്. വവഹനം ഫിൽ ബദനി, ശരീരത്തിന് തീരെ ശേഷിയില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നതാണ്. മാത്രമല്ല വനഖസം ഫിൽ റിസ്ഖി, ഭക്ഷണത്തിൽ വളരെ പട്ടിണിയുടെ അടുക്കലേക്ക് എത്തിക്കൊണ്ടിരിക്കുമെന്നാണ്. ഭക്ഷണത്തിൽ ചുരുങ്ങും. നഖ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ദൗർബല്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. എല്ലാവർക്കും അയാളോട് ദേഷ്യക്കാരം, എല്ലാവർക്കും അയാളോട് ദേഷ്യക്കാരം. കണ്ടാൽ ഭയങ്കര ചെറിയ സലാമൊക്കെ ഉണ്ടാവും, പക്ഷെ ഉള്ളോണ്ട് എന്തേക്കാരം? ദേശീയക്കാരൻ. അത് നമുക്ക് മനസ്സിലാവില്ല. അത് മഹാന്മാരാകുന്ന അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് മനസ്സിലാവും. നമ്മൾ നോക്കി കാണാത്തത് കാണാൻ കഴിവുള്ളവരാണ് ആര്? അള്ളാഹുവിൻ്റെ
ഔലിയാക്കൾ അള്ളാഹുവിടെ മദത് നമുക്ക് തരട്ടെ. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സ്നേഹിക്കുകയും ഹബീബിനെ സ്നേഹിക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദത് അള്ളാഹു നമുക്കൊക്കെ കൽബിൽ ഏറ്റി തരട്ടെ. അവിടുത്തെയുടെ സുന്നത്തിനെയും അവിടുത്തെയുടെ ചര്യയെയും ജീവിതത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം അവരുടെ മഹബത്തും അവരുടെ ഈമാനും ഒക്കെ അങ്ങനെയല്ലായിരുന്നില്ലേ? അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലിൽ അമ്പ് തറച്ച കഥകൾ എല്ലാവരും കേട്ടവരാണ്. അതിങ്ങനെ ഒരു ഓളത്തിൽ കേട്ടുപോയിട്ട് കാര്യമില്ല. ആ അമ്പ് വലിച്ചെടുത്തിട്ട് നിസ്കാരത്തിൻ്റെ ഇടയിൽ അത് വലിച്ചെടുത്തിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അലിയാരത്തങ്ങൾ ചോദിക്കുക, നിങ്ങൾ എന്ത് പണിയെ കാട്ടിയാൽ എടുക്കാൻ പറഞ്ഞിട്ട് എന്ത് എടുക്കാന്ന് ചോദിച്ചു. അത് എടുത്തുക്കണല്ലോ മഹാനവറുകളായ. അപ്പോൾ എടുത്തത് അറിഞ്ഞിട്ടില്ല. നമ്മളുടെ ഇടയിൽ അങ്ങനത്തെ ചില മഹാന്മാരുണ്ട്, അവർക്ക് വലിയ ഇഖ്ലാസും വലിയ തഖ്വയൊക്കെ അയക്കാറും. ഈ ബോക്സിൽ ഇങ്ങനെ മൗലൂദും റാത്തീബും കുത്തുമീത്തൊക്കെ നടന്നാലും അതിൻ്റെ ഇടയിൽ സുന്നത്ത് സ്കരിക്കും. വലിയ ഈമാൻ തന്നെ. അലി റളിയല്ലാഹു അൻഹുവിനെ കടത്തി വിട്ടണേ അത് ഈമാനൊക്കെ ചില ആൾക്കാർക്ക്. അത് കണ്ടാൽ വിചാരിക്കും നമ്മക്കാർക്കും സുന്നത്തുമില്ല, വിത്റുമില്ല, റവാത്തിബുമില്ല, ഒന്നുമില്ല. അപ്പോൾ അള്ളാഹിൻ്റെ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹം കൽബിൽ ഊട്ടിയുറപ്പിച്ച് നല്ലവരായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ.